ഇത്രയും കാലം ജീവിച്ച അനുഭവത്തിൽ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് നര വന്ന് തുടങ്ങിയതിന് ശേഷം ഈ ജീവിതത്തെ മനസ്സിലായത് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ 3 കാര്യങ്ങൾ പറയാം. ആ 3 കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പാവ്ലോ കൊയ്ലോ എന്ന് കേട്ടിട്ടുണ്ടോ? പൗലോ കൊയ്ലോ ഇല്ലേ? എഴുത്തുകാരനാണ്. നല്ല മനോഹരമായ നോവലുകൾ എഴുതിയ ആളാണ്. പൗലോ കൊയ്ലോയുടെ നാട് ഏതാണെന്നറിയോ? രാജ്യം ഏതാണെന്നറിയോ? ബ്രസീലാണ്. ബ്രസീൽ. അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ പുസ്തകമൊക്കെ ഉണ്ട്. അത് വായിച്ച ആളുകൾ ഇതിൽ ഇരിക്കുന്നുണ്ടാവും. ആൽക്കമിസ്റ്റ് നല്ല രസമുള്ളൊരു പുസ്തകമാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പുസ്തകമാണ് ഒഴുകുന്ന പുഴ പോലെ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എന്താണ്? ഒഴുകുന്ന പുഴ പോലെ. അതിൽ അദ്ദേഹം പറയുന്നൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരു മുത്തശ്ശി പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ പേരക്കുട്ടി മുത്തശ്ശിയോട് വന്നിട്ട് ചോദിച്ചു, എന്താണ് മുത്തശ്ശി എഴുതുന്നത്? എന്നെക്കുറിച്ചാണോ? അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതെ, ഞാൻ നിന്നെക്കുറിച്ച് 1-2 കാര്യങ്ങൾ എഴുതിയിരുന്നു. പക്ഷെ ഞാനിത് എഴുതാൻ ഉപയോഗിക്കുന്നത് പേനയല്ല, പെൻസിലാണ്. പേനയല്ല, പെൻസിലാണ്. എന്നിട്ട് മുത്തശ്ശി കുട്ടിയോട് ചോദിച്ചു, നിനക്ക് പേനയാണോ പെൻസിലാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. പേനയാണോ പെൻസിലാണോ ഇഷ്ടം? അപ്പൊ കുട്ടി പറഞ്ഞു, എനിക്ക് പെൻസിലാണ് ഇഷ്ടം. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സാധാരണ പറയണ മറുപടികളൊക്കെ കുട്ടി പറഞ്ഞു അല്ലേ? എന്തൊക്കെയാ? പൊട്ടിപ്പോയാൽ കൂർപ്പിച്ചാൽ മതി, എഴുതുന്നതിനിടയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ മായ്ച്ചു കളഞ്ഞാൽ മതി, ഇങ്ങനെ കുറേ ഉണ്ട് അല്ലേ? ഒരു ദിവസം ഞാനൊരു ചെറിയ കുട്ടികളുടെ സ്കൂളിൽ പോയിട്ട് ഈ കഥ ഇങ്ങനെ പറയായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, പെൻസിലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം ഇതൊക്കെ പറഞ്ഞു, സാധാരണ നമ്മൾ പറയണ ഒക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിലൊരു ചെറിയ കുട്ടി, ഒരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാ. ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ ആരും ആലോചിക്കാത്ത ഒരു മറുപടിയാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു പെന്നേ ഉള്ളൂ എങ്കിൽ പെന്നില്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ട് എങ്കിൽ പെൻസിൽ ഇല്ലാത്തൊരാൾക്ക് മുറിച്ചു കൊടുക്കാൻ കഴിയും. നമ്മളാരും ആലോചിക്കാത്തൊരു കാര്യമായിരുന്നു അത്. പെൻസിലിൻ്റെ സാധാരണ ഉപയോഗങ്ങളൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പോൾ കുട്ടിയോട് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചപ്പോൾ മുത്തശ്ശിയോട് കുട്ടി ഇങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മുത്തശ്ശി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പെൻസിലിനെ കുറിച്ചുള്ള വലിയൊരു പാഠമുണ്ട് ഈ പുസ്തകത്തിൽ. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാം. ലീ പെൻസിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ട് പെൻസിലിനെ കുറിച്ച്. ലീ പെൻസിൽ അതെന്താണെന്നറിയോ? ഒരു സിനിമാ തിയേറ്ററാണ്. അവിടെ കുറേ ആളുകൾ സിനിമ കണ്ടിരിക്കുന്നുണ്ട്. അവർ കാണുന്ന സിനിമയില്ലേ, ആ സിനിമയിൽ ഒരു പെൺകുട്ടി പെൻസിൽ കൊണ്ട് എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആ പെൻസിൽ ഇങ്ങനെ കൂർപ്പിക്കുന്നുണ്ട്, ഷാർപ്പൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ സിനിമ കാണുന്ന ആളുകളില്ലേ, അവരിങ്ങനെ കരയാൻ തുടങ്ങും. പെൻസിൽ കൂർപ്പിക്കുന്നത് കണ്ടിട്ട് ഇവരിങ്ങനെ കരയാൻ തുടങ്ങും. പിന്നെ ആ പെൻസിൽ താഴെ വീണ് പൊട്ടും. അപ്പോഴും ഇവർ കരയും. ഒരു പെൻസിൽ പൊട്ടുന്നതിന് എന്തിനാ കരയണ്? ഒരു പെൻസിൽ കൂർപ്പിക്കുന്നതിന് എന്തിനാ കരയണ്? നമുക്കാകെ സംശയമാകും ഇതെന്താണ്. പിന്നെ നമുക്ക് മനസ്സിലാവും. ആ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളില്ലേ, അതാരാന്നറിയോ? കുറെ പെൻസിലുകളാ. അതാണ്, കുറെ പെൻസിലുകളാണ് ആ സിനിമ കാണുന്നതെങ്കിൽ അവർക്ക് സങ്കടം വരും. കാരണം ഒരു പെൻസിലിനെ ഇങ്ങനെ തൊലി കളയുന്നതാണ് കാണുന്നത്. ഒരു മനുഷ്യന്റെ തൊലി കളയുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് എന്താണോ അതാണ് പെൻസിലിന്റെ തൊലി കളയുന്നത് കാണുമ്പോൾ പെൻസിലിനുണ്ടാവുക അല്ലേ? അത് പഠിപ്പിക്കാനാണ് ആ ഷോർട്ട് ഫിലിം. സത്യത്തിൽ ഇപ്പം നമ്മളൊരു കോഴിയെ ഇങ്ങനെ അറുക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ ഒരു മുയലിനെയൊക്കെ അല്ലെങ്കിൽ ഒരു ആടിനെയൊക്കെ ഇങ്ങനെ അറുക്കുന്ന സമയത്ത് അതിന് വേദനിക്കില്ലേ? അതേപോലെ ഒരു ചെടിയെ നമ്മൾ പറിക്കുന്ന സമയത്ത് ചെടിക്ക് വേദനിക്കൂലേ? വേദനിക്കില്ല. അതാണ്, അതിന് വേദനിക്കില്ല. കാരണം അതിൻ്റെ ജീവനും നമ്മുടെ ജീവനും ഒരേപോലെയല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കാലിൽ വലിയൊരു മുറിവുണ്ട് വിചാരിക്കുക. പകല് മുഴുവനും നിങ്ങൾ ആ മുറിവുകൊണ്ട് നല്ലോണം വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാത്രി നിങ്ങൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ആ വേദന ഇല്ല. ഉറങ്ങിയ സമയത്ത് വേദന എവിടേക്ക് പോയത്? ഉറങ്ങിയ സമയത്ത് എന്തുകൊണ്ട് വേദന അറിയുന്നില്ല? ഇതേപോലെയാണ് സസ്യങ്ങളിൽ, ചെടികളിൽ അതിൻ്റെ ജീവനുള്ളത്. അതുകൊണ്ട് നമ്മളൊരു ചെടിയെ ഇങ്ങനെ പറിക്കുമ്പോൾ, അല്ലെങ്കിൽ പൂവ് പറിക്കുമ്പോൾ, ഇല പറിക്കുമ്പോൾ ആ ചെടിക്ക് വേദനിക്കില്ല. കാരണം അതിൻ്റെ ജീവനും അതിൻ്റെ ശരീരവും രണ്ടും രണ്ടാണ്. ഇനി നമ്മൾ ആ കഥയിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ അവസാനമായി മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. പെൻസിലിൻ്റെ പ്രത്യേകത കേട്ടോ. ഒരു പെൻസിൽ കൊണ്ട് ഒരാൾ എന്തൊക്കെ എഴുതി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മായ്ച്ചു കളഞ്ഞാലും, പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് എത്ര കഷ്ടപ്പെട്ട് മായ്ച്ചു കളഞ്ഞാലും ഒരടയാളം അവിടെ ബാക്കിയുണ്ടാവും. ഇതായിരുന്നു മുത്തശ്ശി അവസാനമായിട്ട് പറഞ്ഞ. പെൻസിൽ കൊണ്ട് ഒരാൾ എഴുതിയിട്ട് എങ്ങനെയൊക്കെ മായ്ച്ചു കളഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ പുസ്തകം എടുത്ത് നോക്കുമ്പോഴും ആ പെൻസിലിൻ്റെ ഒരടയാളം, എഴുതി മായ്ച്ചതിൻ്റെ ഒരടയാളം അവിടെ ബാക്കിയുണ്ടാവും. എന്നിട്ട് മുത്തശ്ശി പറയാ, നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് നമ്മുടേതായ ഒരടയാളം ബാക്കിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തിനാണോ വന്നത് അതിനല്ല നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണോ വന്നിട്ടുള്ളത് അതിനല്ല ഞാൻ വന്നിട്ടുള്ളത്. ഓരോ ആളും ഈ ലോകത്തേക്ക് വന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഇപ്പം എന്നെ ഈശ്വരനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഈ ലോകത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യാൻ വേറൊരാൾ വരൂല, ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ എന്നെ കൊണ്ട് എന്താണ് ഈ ഭൂമിക്ക് ആവശ്യമുള്ളത് എന്ന് ഞാനെങ്ങാനും തിരിച്ചറിയാതെ പോയാൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. പക്ഷെ അത് തിരിച്ചറിയാതെ പോയ കോടിക്കണക്കിന് മനുഷ്യർ കിടന്നുറങ്ങുന്ന മണ്ണിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ ഐ എന്ന് എഴുതാറുള്ള എങ്ങനെയാ? ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും, അല്ലേ? ഒരു വരയും മുകളിൽ ഒരു കുത്തും. അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു അത്ഭുതമില്ല. ഒരു വരയും മുകളിൽ ഒരു കുത്തും, ഒരത്ഭുതമില്ല. എന്നാൽ അതിങ്ങനെ തിരിച്ചു പിടിച്ചല്ലോ, അതിങ്ങനെ തിരിച്ചു പിടിക്കുമ്പോഴോ ഒരു വരയും താഴെ ഒരു ഡോട്ടും വന്നാൽ, താഴെ ഒരു കുത്തും വന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അത്ഭുതം എന്നാണ്, എക്സ്ക്ലമേഷൻ എന്നാണ്. എല്ലാ ഐയുടെ ഉള്ളിലും, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, നിങ്ങൾ, ഇൻഡിവിജ്വൽ എന്ന് പറയാം. ഓരോ ഐയുടെ ഉള്ളിലും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരത്ഭുതമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാതെ പോയ കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പുഴകളിൽ ഒരു പുഴയാണ് ഗംഗാ നദി, അല്ലേ? ഗംഗാ നദി നമ്മുടെ സഹോദരങ്ങൾക്ക് പുണ്യനദിയാണ് ഗംഗ. ഗംഗയുടെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്, വീതി കൂടിയ നദിയാണ് ഗംഗ. പക്ഷെ ഇങ്ങനെ വീതി കൂടി ഒഴുകുന്ന ഗംഗയില്ലേ, ഒരു സംസ്ഥാനത്ത് എത്തുമ്പോൾ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. കുറഞ്ഞൊരു സാധാരണ പുഴയുടെ അത്രയായി മാറും. മാത്രമല്ല അതിൻ്റെ സ്വഭാവം മാറും, ഒഴുക്കിൻ്റെ രീതി മാറും, ഭാവം മാറും, അതിൻ്റെ പേരും മാറും. അതാ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ഏത് സംസ്ഥാനത്താണ് അതെന്ന്? ബംഗാളിലാണ്. ബംഗാളിലെത്തുമ്പോൾ ഗംഗയുടെ സ്വഭാവമൊക്കെ മാറി, രൂപം മാറി, ഒഴുക്കിൻ്റെ രീതി മാറി. അതിങ്ങനെ പരന്നൊഴുകുന്ന സ്വഭാവം വിട്ട്
അതിങ്ങനെ കൂർപ്പിച്ച് ഒഴുകാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. ബംഗാളിൽ എത്തുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഒഴുകാൻ പറ്റില്ല. കാരണം അതിനൊരു ലക്ഷ്യമുണ്ട്. ഏതാണ് ആ ലക്ഷ്യം എന്നറിയോ? ബംഗാൾ ഉൾക്കടലാണ് ലക്ഷ്യം. ബംഗാൾ ഉൾക്കടൽ എന്നൊരു ലക്ഷ്യം മനസ്സിൽ വന്നതോടുകൂടി ഗംഗ പിന്നെ അതിൻ്റെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാത്ത കാലത്ത് ആ നദി എങ്ങനെയൊക്കെയോ ഒഴുകിയിരുന്നു, പരന്ന് അങ്ങനെ ഒഴുകിയിരുന്നു. ഒരു ലക്ഷ്യം വന്നപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഒഴുകാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിൽ അയാൾക്ക് ചെയ്യാനൊരു കാര്യമില്ല എങ്കിൽ, രാവിലെ ഉണരുമ്പോൾ അയാൾക്ക് ചെയ്യാനൊരു കാര്യമില്ല എങ്കിൽ അയാൾ പിന്നെ എന്തും ചെയ്യും. ഒരു കുട്ടിയുടെ മനസ്സിൽ അവൻ ആയിത്തീരണം അല്ലെങ്കിൽ അവൾക്ക് ആയിത്തീരണം എന്ന ഒരു ലക്ഷ്യം എന്താണോ അതില്ലെങ്കിൽ പിന്നെ അവൾ എന്തും ആയിത്തീരും. അവൾ എവിടെയും ചെന്ന് വീഴും, അവൾ ഏത് കുഴിയിലും ചെന്ന് വീഴും. അവനെ ആർക്കും വശീകരിക്കാൻ കഴിയും, ആർക്കും അവളെ സ്വാധീനിക്കാൻ കഴിയും. എന്നൊരു ലക്ഷ്യമുള്ള ഒരാൾക്കോ അയാളെ മനസ്സിലത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും കാലം ജീവിച്ചതിൽ നിന്ന് എന്താണ് നീ പഠിച്ചത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒന്നാമതായിട്ട് അത് പറയും. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ഇന്ധനം അയാളുടെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിക്കാനുള്ള ഇന്ധനമാണത്. ഒരു ചുവട് മുന്നോട്ട് വെക്കാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഇന്ധനമാണത്. ജീവിക്കാൻ ഒരു കിനാവ് ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ മക്കയിൽ ഹജ്ജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉംറ ചെയ്യുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒരു കറുത്ത സ്തൂപം, അതിൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. 24 hours ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രദക്ഷിണം ചെയ്യാണ്. നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കാബയുടെ ചുറ്റുമുള്ള പ്രദക്ഷിണം. ഈ പ്രദക്ഷിണം 24 മണിക്കൂറും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ചുറ്റും. ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസം, ഒരു പുഴ ഒഴുകുന്ന പോലെ തോന്നും. ലക്ഷക്കണക്കിന് മനുഷ്യർ അല്ലെങ്കിൽ 10,000-കണക്കിന് മനുഷ്യരാണ് ഈ ചുറ്റുന്നത്. ആ ചുറ്റുന്നതിന് അത്രയും ഭംഗി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ? അതിൻ്റെ നടുവിൽ ആ സ്തൂപം ഉണ്ടായത് കൊണ്ടാണ്. കിബില എന്നാണ് പറയാ. കിബില എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ്. അങ്ങനെ ഒരു സ്തൂപം അവിടെ ഇല്ലെങ്കിൽ, ആ 10,000-കണക്കിന് ആളുകൾക്ക് ചുറ്റാൻ അങ്ങനെ ഒരു ലക്ഷ്യം അവിടെ ഇല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ചിതറി പോവും. ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ഇന്ധനം അയാൾ പതറിപ്പോകാതെ, അയാൾ വഴി തെന്നിപ്പോകാതെ, അയാൾ ചിതറിപ്പോകാതെ അയാളെ കാത്ത് രക്ഷിക്കുന്നത് അയാളുടെ ഉള്ളിലെ സ്വപ്നമാണ്. അയാൾക്ക് ജീവിതത്തിൽ ആയിത്തീരാനുള്ള ഒരു ആഗ്രഹം എന്താണോ അതാണ്. പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യമോ സ്വപ്നമോ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇത്തിരി ആളുകൾ ഇരിക്കുന്നില്ലേ? എന്തായിരുന്നോ നിങ്ങൾക്ക് ആകേണ്ടിയിരുന്ന സ്വപ്നം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആകാൻ ആഗ്രഹമുള്ള സ്വപ്നം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്ന്. പക്ഷെ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഐ എന്ന അക്ഷരം തിരിച്ചിട്ടാൽ അത്ഭുതമാണ് എന്ന് പറഞ്ഞില്ലേ? എല്ലാ മനുഷ്യന്റെ ഉള്ളിലും അങ്ങനെ ഒരു പ്രതിഭ, ഒരു ടാലന്റ്, കഴിവ് ഈശ്വരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്നേ. അതിനു വേണ്ടി ഒരാൾ കഠിനാധ്വാനം ചെയ്യണം. അതാണ്. ഇപ്പൊ നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ നടന്നു പോവാ, നല്ല ഇരുട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം? അത് കത്തിക്കണ്ടേ? വേണ്ടേ? നല്ല ഇരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം? അത് കത്തിക്കണ്ടേ? ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ വിളക്കില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. സത്യമാണത്. എന്തെങ്കിലും ഒരു കഴിവോ പ്രതിഭയോ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ കഠിനാധ്വാനം കൊണ്ട് അതിന് മൂർച്ച കൂട്ടിയില്ല എങ്കിൽ ഒരാൾ എവിടെ എത്തൂല. അതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഈ ഇതുണ്ടല്ലോ, ബാക്ക് പെയിൻ ഉണ്ടായി, പുറം വേദന ഉണ്ടായിട്ട് ഒരു ആയുർവേദ കോളേജ് ആയുർവേദ ആശുപത്രിയിലേക്ക് പോയി, മഞ്ചേരി. അപ്പോൾ ആയുർവേദ ഡോക്ടർ ഇങ്ങനെ ഇവരെ പരിശോധിച്ച് ഇവരെയൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് പേപ്പറിൽ എഴുതിയത് ഇയാൾക്ക് ഉഴിച്ചിൽ കൊടുക്കണം എന്നാണ്. ഉഴിച്ചിൽ കൊടുക്കണം.
ഡോക്ടർ ആകെ ഒരു വരിയ എഴുതിയ ഉഴിച്ചിൽ കൊടുക്കണം. ഇനി ആരാ ഉഴിച്ചിൽ കൊടുക്കുക? ഡോക്ടറല്ല അത് ചെയ്യുക. ഡോക്ടറുടെ മേൽനോട്ടത്തിൽ വേറെ ആളുകളെ ചെയ്യുക. ഉഴിച്ചിൽ പഠിച്ച കുറച്ച് ആൾക്കാരുണ്ട്, അവിടെ സ്റ്റാഫുണ്ട്. അവർ രാവിലെ 5 മണിക്ക് വരും. 5 മണിക്ക് വന്ന് 5:30 ആകുമ്പോഴേക്ക് രോഗി വരും. 5:30 മുതൽ 2 മണിക്കൂർ നേരം ഈ രോഗിയെ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഉഴിച്ചിൽ ചെയ്യുന്ന 30 ദിവസവും ആ കഷ്ടപ്പാട് നിറഞ്ഞ ജോലി ചെയ്യുന്ന ആ തെറപ്പിസ്റ്റുകൾക്ക് കിട്ടുന്ന ശമ്പളം എത്ര ഇരിക്കുന്നറിയോ? ഏറിപ്പോയാൽ ഒരു 15,000 20,000 രൂപ ഉണ്ടാവും. അവള് ആ വീൽ ചെയറിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കണം നോക്ക്. നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ, ജീവിതത്തിൽ നമുക്കിങ്ങനെ വല്ല ദുഃഖങ്ങളോ പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഈ പുഞ്ചിരി ഇങ്ങനെ കണ്ടാൽ മതി. അവരുടെ പ്രതിസന്ധികൾക്ക് 2 ചക്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് ആ ചിരിക്കണം കേട്ടോ. എല്ലാവരും ഒരു കയ്യടി എടുക്കും അവർക്ക്. പ്രതിസന്ധികളോട് നമുക്ക് അത്രേ ചെയ്യാനുള്ളൂ. പ്രതിസന്ധികളിൽ നമ്മൾ തങ്ങിപ്പോവുകയല്ല, അവിടെ സ്റ്റെക്കാവുകയല്ല. അതിന് 2 ചക്രം വെച്ച് കൊടുത്ത് ഉരുട്ടിക്കൊണ്ടിരുന്ന് ഈ ലോകത്തോട് പുഞ്ചിരിക്കലാണ് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം. പറഞ്ഞത് ഇതാണ്, ആ രോഗിക്ക് ഉഴിച്ചിൽ ചെയ്യണം എന്നൊരു വരി മാത്രം എഴുതിയ ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളം ചുരുങ്ങിയത് 1 ലക്ഷം രൂപ എടുക്കും. സപ്പോസ് ഒരു വരി മാത്രം എഴുതിയ, എന്താ എഴുതിയ? രോഗിക്ക് ഉഴിച്ചിൽ കൊടുക്കണം. ഒരൊറ്റ വരി എഴുതിയ ഡോക്ടർക്ക് കിട്ടുന്നത് വലിയൊരു ശമ്പളം. രാവിലെ 5 മണി മുതൽ 2 മണിക്കൂർ നേരം ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ഉഴിച്ചിൽ എന്ന ജോലി ചെയ്യുന്ന ആ സ്റ്റാഫിന് കിട്ടുന്ന ശമ്പളം ഏറിപ്പോയാൽ ഒരു 20,000 അല്ലെങ്കിൽ 15,000 രൂപ എടുക്കും. ശരിയാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് നീതിയാണോ? ശരിയാണോ? ആണോ? അല്ലേ? ആണ്. നീതിയാണ്. നീതിയാണ്. ഡോക്ടർ എന്ന് എഴുതിയ ആ ബോർഡില്ലേ, അതിൻ്റെ താഴെയുള്ള റൂമില്ലേ, ആ റൂമിൻ്റെ ഉള്ളിലൊരു കസേരയില്ലേ, ആ കസേരയിൽ വന്നിരിക്കുന്നതിന് മുൻപ് ഈ ഡോക്ടർ താണ്ടിയ കഷ്ടപ്പാടുകളുടെ ഒരു യാത്രയുണ്ട്. അയാൾ ഉറക്കമൊഴിച്ച പാതിരാവുകൾക്ക് കണക്കില്ല. അയാൾ കാണാതെ പഠിച്ച കട്ടിയുള്ള പുസ്തകങ്ങൾക്ക് കണക്കില്ല. അയാൾ കാണാതെ പഠിച്ച തിയറികൾക്ക് കണക്കില്ല. അയാൾ വേണ്ടെന്ന് വെച്ച രസങ്ങൾക്ക് കണക്കില്ല. അയാൾ ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങൾക്ക് കണക്കില്ല. അങ്ങനെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കാലം ഈ ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. ഇനി കഷ്ടപ്പാടൊന്നുമില്ല, ഇനി സമാധാനമായിട്ട് ജീവിക്കാം. എടാ, ഇതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ ഡോക്ടറെക്കാൾ ശമ്പളം വാങ്ങാൻ കഴിവുള്ള ആളുകളായിരിക്കും ആ തെറപ്പിസ്റ്റുകൾ, ആ ഒഴിച്ചിൽ ചെയ്യുന്ന ആളുകൾ. പല കാരണങ്ങളാൽ അവർക്ക് അവിടെ എത്താൻ പറ്റാതെ പോയതാണ്. ചിലപ്പോൾ അവരുടെ കുറ്റം കൊണ്ടാവണമെന്നൊന്നുമില്ല. ഈ ഡോക്ടറെക്കാളും വലിയ കഴിവ്, നേരത്തെ പറഞ്ഞ മറഞ്ഞു കിടക്കണ അത്ഭുതം, ആ ഡോക്ടറെക്കാളും വലിയ അത്ഭുതം മറഞ്ഞു കിടക്കുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇവര്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരു ലക്ഷ്യമില്ലാത്ത ആള് പിന്നെ എങ്ങോട്ടാ പോകുക എന്ന് പറയാൻ പറ്റില്ല. ഒരു കിനാവ് ഉള്ളിലില്ലാത്ത ഒരാള് പിന്നെ എന്താണ് ആയിത്തീരുക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു സ്വപ്നമോ കിനാവോ ഉള്ളിലുണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാതെ ഒരാൾ എവിടെ എത്തില്ല. ഒരു നാട്ടില് ഒരു വലിയ മത്സരം നടക്കുക. ആ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് വലിയ സമ്മാനമാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് സമ്മാനം. അതുകൊണ്ട് കുറേ ആളുകൾ അതിൽ പങ്കെടുത്ത് അങ്ങനെ ഓരോ ടാസ്ക് കിട്ടി അവസാനം 2 ആളുകൾ മാത്രം ബാക്കിയായി. ഈ 2-ൽ ഒരാളെ ഇനി ജയിക്കുള്ളൂ. ആ 2-ൽ ഒരാൾ ചെറുപ്പക്കാരനാണ്, ഒരാൾ പ്രായമുള്ള ഒരാളുമാണ്.
ആ ചെറുപ്പക്കാരന് സന്തോഷമായി. കാരണം നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്കൊക്കെ കിട്ടിയാൽ എന്തായാലും അവനെ ജയിക്കുള്ളൂ. പ്രായമുള്ള ആൾക്ക് അത്ര കഴിയില്ലല്ലോ, അയാൾ ക്ഷീണിക്കും. അവൻ വിചാരിച്ച പോലെ തന്നെ നല്ല പ്രയാസമുള്ള ഒരു ടാസ്ക് കിട്ടിയ എന്താണെന്നറിയോ, അവരെ രണ്ടാളുടെയും കയ്യിൽ ഓരോ വാള് കൊടുത്ത്, എന്നിട്ടൊരു കാടിൻ്റെ ഉള്ളിലേക്ക് വിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മരം വെട്ടണം. ഇതാണ് ടാസ്ക്. 5 മണി കഴിഞ്ഞാൽ എണ്ണി നോക്കും ആരാണ് കൂടുതൽ മരം മുറിച്ചത് എന്ന്. കൂടുതൽ മരം മുറിച്ച ആൾക്കാണ് സമ്മാനം. ഈ ചെറുപ്പക്കാരന് ആശ്വാസമായി, കാരണം എന്തായാലും അവനെ ജയിക്കുള്ളൂ, അവന് നല്ല കരുത്തുണ്ട്. മറ്റേയാള് പ്രായമുള്ള ആളാണ്, അയാൾ ക്ഷീണിക്കും. അപ്പം ഇവൻ കാട്ടിലേക്ക് കയറി മരം വെട്ടാൻ തുടങ്ങി. ആവേശപൂർവം മരം വെട്ടാൻ തുടങ്ങി. അവനിങ്ങനെ മരം വെട്ടുന്നതിനിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. മറ്റേയാൾ മരം മുറിക്കുന്ന ശബ്ദം. അപ്പം ഇവൻ ആവേശം കൂടിയപ്പോൾ കൂടുതൽ വെട്ടിയവൻ മരം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൗണ്ട് കേൾക്കണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി അയാൾ വിശ്രമിക്കുകയാണ്. പ്രായമുള്ള ആളല്ലേ, മുത്തശ്ശനല്ലേ, അതുകൊണ്ട് വിശ്രമിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കും. അയാൾ വിശ്രമിക്കണ നേരം കൂടി ഇവൻ മരം വെട്ടും. അപ്പം എന്തായാലും ഇവനല്ലേ ജയിക്കുക, അല്ലേ? സമയം കഴിഞ്ഞു, 5 മണിയായി. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് വന്ന്. കാരണം ഇവന് ഉറപ്പാണ് അവൻ്റെ പേരാണ് വരിക, അവന് സമ്മാനം കിട്ടുന്നവൻ ഉറപ്പാ. അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവൻ അവിടെ ഇങ്ങനെ വന്നിരുന്നു. അവൻ്റെ തൊട്ടടുത്ത് മറ്റേ ആളും വന്നിരുന്നു. റിസൾട്ട് പ്രഖ്യാപിച്ചു. ആരാ ജയിക്കുക? പ്രായമുള്ള ആള്, മുത്തശ്ശൻ അല്ലേ? ഉറപ്പല്ലേ? അപ്പോഴല്ലേ അത് കഥയാവുള്ളൂ. പറഞ്ഞില്ലേ? ഒരു കയ്യടി കൊടുക്കും മൂപ്പർക്ക്. ഞാൻ അതാണ് അവൻ പറഞ്ഞതാണ് എൻ്റെ കാര്യം. കഥയായതുകൊണ്ടാണ് അവൻ ഓർത്തു വെച്ചത്, അല്ലേ? ഐസക് ന്യൂട്ടൻ്റെ തിയറി നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ടാ? നമ്മളത് പഠിച്ചത് കഥയായിട്ടാണ്. വേറെ എത്ര തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലില്ലല്ലോ. ഐസക് ന്യൂട്ടൻ്റെ തിയറി മാത്രം മനസ്സിലുണ്ട്. കാരണം അതൊരു കഥയായിട്ട് പഠിച്ചതുകൊണ്ടാണ്. കഥ അവിടെ കിടക്കും. അപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ സമ്മാനം ആർക്കാ കിട്ടിയ? ആ പ്രായമുള്ള ആളുകൾ കിട്ടി. അയാൾ ജയിച്ചു. അപ്പോൾ ഇവനാകെ അമ്പരന്ന് പോയി. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കായിരുന്നില്ലേ? ഇയാൾക്ക് പിന്നെ എങ്ങനെയാണ് ഈ 1ാം സമ്മാനം കിട്ടിയത്? ഇവൻ അത്ഭുതപ്പെട്ട് അയാളോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കായിരുന്നല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പം അവൻ്റെ ചെവിയിൽ അയാളൊരു സ്വകാര്യം പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ കൈയടിക്കുന്നതിൻ്റെ നടുവിലൂടെ സമ്മാനം വാങ്ങാൻ ഓടിപ്പോയി. അയാൾ പറഞ്ഞ സ്വകാര്യമാണ്. അവൻ പറഞ്ഞ എന്താ? എടാ, ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല, എൻ്റെ വാളിന് മൂർച്ച കൂട്ടുകയായിരുന്നു. ഇവിടെ സമ്മാനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള, വലിയ വിജയം നേടിയ നമ്മുടെ കുട്ടികളില്ലേ, അവരുടെ പാതിരാവുകളിലും പകൽ വെളിച്ചത്തിലും അവരുടെ ബുദ്ധിയെ, അവരുടെ പ്രതിഭയെ, അവരുടെ സമയത്തെ മൂർച്ച കൂട്ടി ഒരു നാടിൻ്റെ അഭിമാന താരകങ്ങളായി മാറി. അവരെ മുഴുവനും അജു ഇങ്ങോട്ട് വിളിച്ചതാണ്. നിങ്ങളിങ്ങോട്ട് വരൂ, നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണ് എന്ന് അജു ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു സ്കൂളിലെ അവസാനത്തെ ദിവസം പി ടി മാഷിൻ്റെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് വിളിച്ച് എല്ലാവരെയും ഇങ്ങനെ വരിയായി നിർത്തിയിട്ട് മാഷ് അവരോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള സ്വന്തമായി വീടുള്ള, സ്വന്തമായി വാഹനമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. അപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു. മാഷ് അവരോട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു. ഇതവരാണേ, അവരോട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാൻ പറഞ്ഞു. അത് കുറച്ച് കുട്ടികളേ ഉള്ളൂ. പിന്നെ മാഷ് ചോദിച്ചു, അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികളുണ്ട്. അവരിങ്ങനെ കുറച്ച് പിറകിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു.
സ്വന്തമായി വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു. അവരോട് കുറച്ചുകൂടെ പിറകിൽ നിൽക്കാൻ പറഞ്ഞു. അച്ഛനോ അമ്മയോ അസുഖമായി കിടക്കുന്ന എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്ന് അവരിങ്ങനെ പിറകിൽ പോയി നിന്നു. അങ്ങനെ പല പേരുകൾ വിളിച്ച് അവിടെയുള്ള മുഴുവൻ കുട്ടികളും ഇങ്ങനെ വരിയായി നിന്ന്. ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ആളാണ്. അതിൻ്റെ പിറകിലുള്ള ആൾ അതേപോലെയല്ല, അതിൻ്റെയും പിറകിലുള്ള ആൾ അതേപോലെയല്ല. ആ ഏറ്റവും പിറകിലുള്ള ആൾ ഇവരൊന്നും പോലെയല്ല. ഇവരെല്ലാവരും ഒരേ ക്ലാസ്സിലാണ്, ഒരേ ഹോംവർക്ക് ചെയ്യുന്നവരാ, ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാ. പക്ഷേ ഈ 30 കുട്ടികൾക്കും 30 ജീവിതമാണ്, 30 കുട്ടികൾക്കും 30 സങ്കടങ്ങളാണ്, 30 കുട്ടികൾക്കും 30 പേടിയാണ്. അവരിങ്ങനെ വരിയായി നിർത്തി മാഷ്. എന്നിട്ട് മാഷ് അവരോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊക്കെ ഒരു ആഗ്രഹമില്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നൊരു ആഗ്രഹമില്ലേ ചോദിച്ചു. അപ്പൊ കുട്ടികളെല്ലാവരും തലയാട്ടി. എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട് എന്തോ സ്വപ്നം, ആഗ്രഹം. മാഷ് പറഞ്ഞു, ആ ആഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചു. നിങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ എന്താകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കണത്, നിങ്ങളെല്ലാവരുടെയും ആഗ്രഹമാണിത്. സപ്പോസ് ഇതാണ് നിങ്ങളുടെ ആഗ്രഹം. ചിലർക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ടീച്ചർ ആവണം, പത്രപ്രവർത്തകനാകണം, പൈലറ്റ് ആവണം, അല്ലേ? ഇങ്ങനെ ഓരോരുത്തർ ആഗ്രഹം. ആ ആഗ്രഹമാണ് ഈ ഫ്രണ്ടിൽ വെച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് മാഷ് പറയാ, ഇത്രയും കുട്ടികളോട് പറയാ, എടാ ഈ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളില്ലേ, അവൻ്റെ തൊട്ടടുത്താണ് ഈ സാധനം വെച്ചത്. മാഷ് പറയാ, ഈ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളില്ലേ, അവന് ഈ ലക്ഷ്യത്തിലേക്ക്, ഈ സ്വപ്നത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവന് ആഗ്രഹം ഉണ്ടായാൽ മതി, അവനൊരു തടസ്സമില്ല. ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. എടാ അതേപോലെയല്ല നിന്റെ ബേക്കിൽ നിൽക്കുന്ന ആള്, അതേപോലെയല്ല അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ആള്. ആ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആളില്ലേ, അവനും ഈ സ്വപ്നവും തമ്മിൽ ഇത്ര ദൂരമുണ്ട്. ഈ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം പുതിയതായി ഇറങ്ങിയ ഒരു ഫോണ് വാങ്ങണമെന്നോ, പുതിയതായി ഇറങ്ങിയ ഒരു ബൈക്ക് വാങ്ങണം എന്നൊക്കെ ആയിരിക്കും അവൻ്റെ സ്വപ്നം. ആ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആളില്ലേ, അവൻ്റെ സ്വപ്നം എന്തായിരിക്കും എന്നറിയോ? വെച്ചെഴുതാൻ പറ്റുന്ന ഒരു മേശ വാങ്ങണം എന്നായിരിക്കും, ചോർന്നൊലിക്കാത്തൊരു വീട് വേണമെന്നായിരിക്കും, വാടക കൊടുക്കാതെ കിടന്നുറങ്ങുന്ന ഒരു വീട് വേണമെന്നായിരിക്കും അവൻ്റെ സ്വപ്നം. എന്നിട്ട് മാഷ് പറഞ്ഞു, നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച പോരട്ടോ. പറ്റുമെങ്കിൽ നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ, പല കാരണങ്ങളാൽ തങ്ങിപ്പോയ, പല നിലകളിൽ സ്റ്റക്കായി പോയ മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ സഹായിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും A+ നേടുന്നവരായി മാറുന്നത്. ഇവിടെ സമ്മാനം വാങ്ങാൻ വന്ന കുട്ടികളോട് പറയാം, നിങ്ങളുടെ വീടിന് അപ്പുറത്തുള്ള ഒരു ചേച്ചിയുടെ അല്ലെങ്കിൽ ഒരു താത്തയുടെ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു സയൻസിൻ്റെ ട്യൂഷൻ മതിയാവും. എടാ ആ കുട്ടിയുടെ ജീവിതം മാറി മറിയാൻ. ഇത് ഞാൻ വെറുതെ പറയണല്ല. എൻ്റെ വീട് പൂങ്ങോടാണ്, നമ്മുടെ തറവാടൊക്കെ അവിടെയാണുള്ളത്. ഞാൻ ഈ അടുത്ത് കുറച്ച് മുമ്പ് പൂങ്ങോട്ടേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. പാടം ഒക്കെ ഉണ്ട്, പാടത്തിൻ്റെ നടുവിലൂടെയാണ് റോഡ് നമ്മളെ തറവാട്ടിലേക്കുള്ളത്. ആ റോട്ടിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരാൾ വന്ന് വീണു. അത് പറയുമ്പോൾ എപ്പോഴും സങ്കടവും. നമ്മളെ നാട്ടുകാരനായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. ഞാൻ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ അത് ആരാന്നറിയോ? കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ ഒരുമിച്ചായിരുന്നു. അവന് ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണില്ല. പ്രിയങ്കരനായ MLA, ഈ നാടിൻ്റെ നായകൻ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടോ. അപ്പം ഞങ്ങളെപ്പോഴും ഒരുമിച്ചായിരുന്നു. അവനില്ലേ, നമ്മൾ പറയില്ലേ 4 കാലിൽ എന്ന് പറയില്ലേ, ആ 4 കാലിൽ ഇവനിങ്ങനെ പോവുകയാണ്. ആടി പോകുന്നതിനിടയിൽ ഈ വണ്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വീണതാണ് അവൻ. ഭയങ്കര സങ്കടമായി. വണ്ടിയിൽ കയറ്റി അവനെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ശരിക്കും ഞാനും അങ്ങനെയൊക്കെ ആകേണ്ട ഒരാളായിരുന്നല്ലോ. മിക്കവാറും അവൻ്റെ പിറകിലോ അവൻ്റെ കൂടെയോ ഒക്കെ ഉണ്ടാകേണ്ട ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ഒരാളുണ്ട്.
ഞങ്ങൾ 4 ആൺകുട്ടികളായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത ഒരു കാക്ക മാഷാണിപ്പോൾ. അവന് അത്യാവശ്യം നല്ല മാർക്കിൽ SSLC ജയിച്ചു. അപ്പോൾ അവനെ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. നാട്ടിലങ്ങനെ അധികം ആളുകളൊന്നും കോളേജിലൊന്നും പോയിട്ട് പഠിച്ചിട്ടില്ല. അന്ന് 1-2 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതൊരു ശീലമൊന്നുമല്ല. പക്ഷെ ഇവനെ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് വാപ്പ പൈസ കൊടുക്കാതെ പഠിക്കുന്നൊരു സ്ഥലത്തേക്ക് അവനെ പറഞ്ഞയച്ചു. കാരണം വീട്ടിൽ അന്ന് ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ട് പൈസ കൊടുത്ത് പഠിപ്പിക്കാനൊന്നും ഉപ്പക്ക് കഴിയാത്തതുകൊണ്ട് ഒരു സ്ഥലത്ത് പൈസ കൊടുക്കാതെ പഠിക്കുന്ന ഒരു കോളേജിലേക്ക് അവനെ ചേർത്ത്. ആ കോളേജിൻ്റെ തൊട്ടടുത്ത് വേറൊരു കോളേജ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. തിരൂരങ്ങാടി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? PSMO കോളേജ് എന്ന് പറയുന്നൊരു കോളേജുണ്ട്. അവിടുത്തെ ലൈബ്രറിയനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ ഉമ്മയുടെ കസിനാണ്. അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഇവനെ അങ്ങ് ഏറ്റെടുത്തു. ഇവൻ്റെ എല്ലാ കാര്യങ്ങളും, അവൻ്റെ ചെരുപ്പാകട്ടെ, വസ്ത്രമാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, പേനയാകട്ടെ, നാട്ടിലേക്ക് വരാനുള്ള ബസ്സിൻ്റെ പൈസ ആവട്ടെ, എല്ലാം അദ്ദേഹം അങ്ങ് ഏറ്റെടുത്തു. അവനെല്ലാ പ്രോത്സാഹനവും നൽകി. അവന് ജയിച്ചത് റാങ്കോട് കൂടിയാണ്. PGക്ക് ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് അവൻ ജയിച്ചത്. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ വണ്ടൂരാണോ പോരൂരാണോ എന്നറിയില്ല, അവന് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷാണ്. അവൻ്റെ ജീവിതം അദ്ദേഹം അങ്ങനെ മാറ്റിമറിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം മാറി മറിഞ്ഞത്. അതാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. എടാ, എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് വീണ അവനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത്, അങ്ങനെ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം വേറൊന്നാകുമായിരുന്നു. അതാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു നമുക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രിയങ്കരനായ നമ്മുടെ മുഖ്യാതിഥി വരെയാണ്. കവിയുടെ പേരെന്താ? എന്താണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. മറക്കാൻ പാടില്ല കേട്ടോ. ഈ നാടിന് അത്രയും വലിയ സംഭാവന നൽകിയ ആളാണ്. എന്താണ് പേര്? കടമ്മനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്. ആ വരി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പറയട്ടെ? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മളോർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. എടാ, മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ചെന്ന് നിന്നാൽ കുറേ ഇലകൾ കാണും, വീണ് കിടക്കണ ഇലകൾ. ഇല വീണ് കിടക്കുമ്പോൾ ഇല മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ കൂടെ ഒരു തണ്ട് കണ്ടിട്ടില്ലേ? തണ്ട്. എന്തിനാണ് ഈ തണ്ട്? എന്തിനാ? ഇല മാത്രം പോരെ, തണ്ട് എന്തിനാ? അത് ആകാശത്തുനിന്ന് വീണതല്ല, അതൊരു മരത്തുനിന്ന് വീണതാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു അടയാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈശ്വരൻ. എന്താണെന്നറിയോ? പൊക്കിൾ. എന്തിനാ പൊക്കിൾ എന്നറിയോ? നമ്മൾ ആകാശത്തുനിന്ന് വീണതല്ല, ഒരമ്മയുടെ ഉള്ളിൽ നിന്ന് വന്നതാണ്. നമ്മളും അമ്മയും ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരുന്നു. ആരോ ആ പൊക്കിൾ കൂടി മുറിച്ചതാ. മുറിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും നമ്മളും അമ്മയും ഒരുമിച്ചിരിക്കും. അതാ പൊക്കിൾ. അമ്മയുടെ നേരെ ചവിട്ടാനൊരുങ്ങുന്നവൻ്റെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട്. അമ്മയോട് കയറുക്കുന്നവൻ്റെ വയറ്റത്തിരുന്ന് ആ പൊക്കിൾ കരയുന്നുണ്ട്. നമ്മുടെ വിജയങ്ങൾ നമ്മുടേത് മാത്രമല്ല, കുറേ ആൾ നമ്മളെ സഹായിച്ച് കിട്ടിയതാണ് എന്നൊരു തിരിച്ചറിവാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. താങ്ക് യു വെരി മച്ച്.